കാണുന്നില്ല അവക്ക്. ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേരെന്താണ്? പാവം, അവൻ വിജൃംഭിച്ചു പോയി. സോണിയാഗാന്ധി. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ചെമ്പരത്തി. അല്ലെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്? മിൽഖാ സിംഗ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? എയർ ഇന്ത്യ. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. നമ്മൾ രണ്ടുപേരും കൂടി എപ്പോഴും കഴിക്കാറുണ്ട്. പക്കാവടയാണോ കുറച്ചു മുമ്പ്? കല്യാണം എപ്പോഴും കഴിക്കാറുണ്ട്. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. ഇത് ഞാൻ എയറിലായ ചളിയായതുകൊണ്ട് അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ദേ ഇവിടെ ഞാൻ വീണ്ടും കുറച്ച് ലോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുസൃതി ചോദ്യങ്ങൾ ഒരു സെറ്റ് ഉണ്ട്, GK ഒരു സെറ്റ് ഉണ്ട്, ടങ് ട്വിസ്റ്റേഴ്സ് ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അവർ വന്നതിന് ശേഷം തുടങ്ങാനുള്ളൊരു എന്താ പറയാ, നമുക്കങ്ങനെ കാത്തിരിക്കുന്ന ഇഷ്ടമല്ല. ആരെ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. ഞാൻ പണ്ടേ ഹലോ, സ്കൂളിൽ പഠിക്കുമ്പോഴും പറഞ്ഞു. ഹലോ, എങ്ങനെയുണ്ട്? സുഖല്ലേ? സുഖം. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? മിസ് ചെയ്തു കേട്ടോ. എന്താ പറഞ്ഞ മിസ് ചെയ്തു നിങ്ങളെ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ GK നന്നായിട്ട് അറിയാം, ആർക്കൊക്കെ നാക്ക് പഠിക്കാൻ അറിയാം, നീ എന്താ ആലോചിക്കുന്നത്? ആർക്കൊക്കെ ആർക്കും അറിയില്ല. മറ്റേത് ചിലപ്പോ എനിക്കറിയായിരിക്കും. ഓ അത് ശരി, ആർജയാണല്ലോ. അതിന് ഞാൻ കുളവാക്കാം, ഒന്ന് ആലോചിച്ച് പിന്നെ കുസൃതി ചോദ്യങ്ങൾ. ശരി. അപ്പൊ ഇതിങ്ങനത്തെ 3 സെറ്റാണ്. നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് എടുക്കുന്നു. എടുക്കുന്ന ആള് ബാക്കി 2 ആൾക്കാരെടുത്ത് ചോദിക്കുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ. അപ്പൊ ഞാൻ എടുക്കട്ടെ? നീ ഞങ്ങളോട് 2 പേരോടും ഇതിൽ നോക്കാണ്ട് അങ്ങ് എടുത്താൽ മതിയേ. കള്ളി നോക്കുന്ന ഇച്ചിരി ഒന്ന് നേരം ഇരുട്ടിയത് കൊണ്ട് കാഴ്ചക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? GK ആണ് കൂട്ടത്തിൽ. GK അറിയാവുന്ന ആൾ അവളായിരുന്നു. കാണുന്നില്ല അവക്ക്. നിശാന്തത. വളരെ എളുപ്പം. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പറഞ്ഞോ. അയ്യോ, ആരാടാ? അയ്യേ, ഇതുവരെ പഠിച്ചു. ഞാൻ പറയും. ഇന്ത്യയുടെ ആദ്യത്തെ രാജേന്ദ്ര പ്രസാദ്. ആണോ? ഞാൻ ചിരിച്ചു പോയനെ. അയ്യോ അല്ലേ, ദൈവമേ, ഇത് വെളിയിൽ വരുമ്പോ എന്റെ കാര്യം പോക്കാണല്ലോ. നിനക്ക് എത്ര വയസ്സായ കുട്ടിയുണ്ടെന്നാ പറഞ്ഞേ? കുട്ടിയെ ഞാൻ ഇതൊന്നും പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെയൊക്കെ വഴിയില്ലോ. പ്രധാനമന്ത്രി. ഞാൻ ഒരിക്കൽ ആ എനിക്കറിയായിരുന്നു. ഞാൻ നിനക്കറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേരെന്താണ്? പാവം, അവൻ വിജൃംഭിച്ചു പോയി. ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേര് സോണിയാഗാന്ധി. സോണിയാഗാന്ധി. അയ്യോ, ഞാൻ പോയടാ, അവര് ഇറ്റലിക്കാരിയാടാ. ഇന്ദിരാഗാന്ധി. നീ ഒന്നും പണയണ്ട. സോറി, ഞാൻ ഉദ്ദേശിച്ചതാണ്, മാറിപ്പോയതാണ്. ഇന്ദിരാഗാന്ധിയുടെ 2 മക്കളുടെ പേര് പറ. ഇന്ദിരാഗാന്ധിയുടെ മക്കൾ രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മക്കളെയാണോ? ഇന്ദിരാഗാന്ധിയുടെ നമുക്ക് ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞുതരാം. ഇന്ദിരാഗാന്ധിയുടെ മക്കളുടെ പേര് രാജീവ് ഗാന്ധി, മരിച്ചുപോയി. രാഹുൽ ഗാന്ധി, സോണിയ, സഞ്ജയ് ഗാന്ധി. അദ്ദേഹം ജീവനോടുണ്ടോ? അയാള് ജീവനോടെ ഉണ്ട്. ഇല്ല, മരിച്ചുപോയി. അല്ലേ? ആരാണ്? എന്താണ് അടുത്ത ചോദ്യം? ഇതൊന്നും അറിയത്തില്ല അല്ലേ? ശരി, ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. ഓക്കെ, ഇതൊന്നും അറിയത്തില്ല. അടുത്ത ചോദ്യം. അഗൈൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? താമര. പറഞ്ഞു. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം താമര. ഇന്ത്യയുടെ ദേശീയ പുഷ്പമാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ചെമ്പരത്തി. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ചെമ്പരത്തി തലയിൽ വെച്ചാ മതി. കേരളത്തിൽ കണിക്കൊന്നയാടാ. കേരളത്തിന്റെ കണിക്കുന്ന കേട്ടല്ലോ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി പറ. ഇവള് പറയട്ടെ. എനിക്കറിയാം. പറ. ഹോൺബിൽ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? മഴമുഴക്കി വേഴാമ്പൽ. മലയാളം മീഡിയമാണ്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം. ഹോൺബിൽ ഞാൻ പറഞ്ഞു. ശരി. ഇൻഡിപെൻഡൻസ് ഡേ എന്നാണെന്നറിയാലോ? ഓഗസ്റ്റ് 15. ശരി. അന്ന് എവിടെയാണ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ത്യയുടെ പതാക സ്വാതന്ത്ര്യ ദിനത്തിൽ എവിടെയാണ് ഉയർത്തുന്നത്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ എവിടെ?
ന്യൂഡൽഹിയിൽ എവിടെയാണ് മറ്റേ ഇതൊക്കെ മറ്റേ മാർച്ച് പാസ്റ്റോ? ഞങ്ങളുടെ അവിടെ അങ്കണവാടിയിൽ വരെയും ഞങ്ങളുടെ ഏരിയയിലൊക്കെ അങ്ങനെയാ. UK-യിലൊക്കെ അങ്ങനെയാ. ഒരു ക്ലൂ തരട്ടെ? ആ തരൂ. ഒരു കോട്ടയാണ്. ഫോർട്ട് റെഡ് ഫോർട്ട് അല്ലേ? അല്ലേ? അധികം പേർക്കാതെ ഉത്തരം പറഞ്ഞ് സഹായിച്ചിരിക്കുന്നത് അതിനാണ്. ആരെയാണ് ഇന്ത്യയിലെ അല്ലെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് പറയുന്നത്? അയൺ മാൻ ഓഫ് ഇന്ത്യ. എനിക്കറിയാം. സർദാർ മിൽഖ സിംഗ്. കൗതുക ലേശം കൂടുതൽ. വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. മിൽഖ സിംഗ് ആരാണ്? ഫ്ലൈയിങ് മാൻ ഓഫ് ഇന്ത്യ അല്ലേ? അല്ലേ? എന്താണ്? ഏത് മേഖലയാണ്? ഏത് മേഖലയാണ്? പറ. പറയടി. പറയടി. നീ ഇപ്പൊ ഏത് മേഖലയിലാണ്? എയർ ഇന്ത്യ. PT ഉഷ ഏത് മേഖലയാണ്? ഓട്ടം. ഓക്കെ, റണ്ണിങ്. ശരി. അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ്. ഇപ്പോഴത്തെ ഇറിഗേഷൻ മിനിസ്റ്റർ ആരാണ്? കേരളത്തിന്റെ എനിക്ക് കേരളത്തിന്റെ കാര്യം പറയാൻ താല്പര്യമില്ല. എനിക്ക് ഇന്ത്യയുടെ കാര്യം ചോദിച്ചാലേ പറയാൻ താല്പര്യം. ഇറിഗേഷൻ മിനിസ്റ്ററോ? അതെ, കറന്റ് ഇറിഗേഷൻ മിനിസ്റ്റർ ഓഫ് കേരള. നിന്നെ കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ്. അയ്യോ അത് പറയല്ലേ ഇവിടെ. അത് സഹകരണ മന്ത്രിയാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഒരു ക്യാമ്പയിന് വേണ്ടിട്ടല്ലേ? അവരുടെ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല. എനിക്ക് ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പറയട്ടെ? പറയൂ. റോഷി അഗസ്റ്റിൻ. ഒരു കാരണവശാലും ഞാനിത് പറയൂലായിരുന്നു. ഞാൻ ഈ പേര് ആദ്യമായിട്ട്. നൈസ് ടു മീറ്റ് യു. നമുക്ക് എല്ലാ ക്യാബിനറ്റിലെ എല്ലാ മിനിസ്റ്റേഴ്സിനെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ അവർക്ക് അറിയണമെന്നില്ലല്ലോ. അതുപോലെ എത്രയോ വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു, എന്നെ പലർക്കും അറിയില്ലല്ലോ. അതെ, ഞാൻ അതും UK-ൽ താമസിച്ചിട്ട് ഇവളെ അറിയാത്ത എത്രയോ ആൾക്കാർക്ക് അറിയാം. അപ്പൊ എനിക്കതിലൊരു ദുഃഖമില്ല, അവർക്കും അതിലൊരു ദുഃഖം ഇല്ലാതിരിക്കട്ടെ. ഞാൻ കറക്റ്റ് അയാൾ ആരാന്ന് പറഞ്ഞില്ലേ? പുള്ളിയുടെ ഇതേതാണ്? എയർപ്ലെയിൻ ഇത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? സ്പോർട്സിൽ തന്നെ പുള്ളിയുടെ വിഭാഗം. ഓട്ടം. ഓക്കെ, ശനി PT ഉഷ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയതാ. ഓക്കെ, എന്നാ നീ അടുത്ത നീ അവിടെ നിന്നാ മതി. അവിടെ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയണ്ട, അതൊരു പരിപാടിയാണ്. അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോ അടുത്ത് ഞാൻ ചോദിക്കുമ്പോ പറയും. ശരി, അടുത്തത് ഞാൻ എടുക്കട്ടെ? ചോദിക്കട്ടെ? ഹായ് കുസൃതി ചോദ്യങ്ങൾ. എനിക്കിഷ്ടമുള്ളത് തന്നെ എനിക്ക് കിട്ടി. ചോദിക്കട്ടെ? വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. ഓക്കെ. സൈക്കിൾ. സൈക്കിൾ എങ്ങനെയാ? വട്ടത്തിലാണ്. ടയർ വട്ടത്തിലാണ്, പക്ഷെ നമ്മൾ അല്ല, പുട്ട് എങ്ങനെയാണ്? വേണ്ടപ്പോൾ വട്ടത്തിൽ. ഒരു ക്ലൂതാ, വേറെ ക്ലൂ. വേണ്ടപ്പോൾ പാത്രത്തിൽ, വട്ടത്തിലോ ചതുരത്തിലോ കഴിക്കാം. വേണ്ടപ്പോൾ കുറ്റിയിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. അതായത് എന്തോ സാധനം കഴിച്ചു കഴിയുമ്പോ ഇങ്ങനെ നോക്കണം പായയില്, അല്ലാതെ ഇങ്ങനെ നോക്കരുത്. ചുരുട്ടി വെച്ചിട്ട് മേലെ കൂടെ നോക്കുമ്പോ വട്ടത്തിൽ. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ഞാൻ ക്ലൂ തരട്ടെ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് അതെന്റെ ക്ലൂവിലാണ്. ഞാൻ എന്നെക്കാളും ആ ഉത്തരം അങ്ങ് പറയുന്നതായിരുന്നു നല്ലത്. ഇങ്ങനെ ചുരുട്ടിയാണ് നോക്കുന്നത്. മേലെ കൂടെ നോക്കണം, നീ എന്തിനാ സൈഡിൽ കൂടെ നോക്കുന്നത്? ആവശ്യമുള്ള മിണ്ടരുത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? കലണ്ടറിന് എപ്പോഴും വരുന്ന അസുഖം എന്താണ്? ഞാൻ പറയാം. പറയൂ. അത് ശരിയാവില്ല. പറയൂ, മനസ്സിൽ തോന്നിയത് പറയൂ കുട്ടി. ഏയ് പറയേ. വേണ്ട, പറയണ്ട. എനിക്ക് അവളുടെ കണ്ണുകളിൽ നിന്ന് അവളുടെ ആൻസർ എനിക്ക് മനസ്സിലായി. എന്താണ്? എന്റെ കണ്ണുകളിലേക്ക് നോക്കട്ടെ. പറയണ്ട. അതല്ല. കലണ്ടറിന് വരുന്ന അസുഖം ജലദോഷം, പനി, ഞാനൊരു ക്ലൂ തരട്ടെ? എന്തോ ഇത്? ചില ജന്തുക്കൾ കടിച്ചാൽ ഇത് വരും.
അത് നീ അടിച്ചാ വരുന്നതല്ലേ, അതല്ല. ചൊറി സ്ക്രാച്ച്. ജനിച്ചപ്പോഴേ ഇങ്ങനായിരുന്നു. വേറൊരു ക്ലൂ പറയട്ടെ. ചില ജന്തുക്കൾ കടിച്ചാൽ വരുമോ? നമ്മൾ രണ്ടുപേരും കൂടി എപ്പോഴും കഴിക്കാറുണ്ട്. എന്താ പിസ്സയോ? പക്കാവടയാണോ കുറച്ചു മുമ്പ് കഴിച്ചത്? ഭയങ്കര വീട്ടിലാണല്ലോ. പിന്നെ ഏതാ? കല്യാണോ? എപ്പോഴും കഴിക്കാറുണ്ട്. എനിക്ക് തോന്നി, നിങ്ങളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഇടക്കിടക്ക് കഴിക്കാറുണ്ട് കല്യാണം. അത് എപ്പോഴാ? ഉത്തരം പറ. ചില ജന്തുക്കൾ ഇത് കലണ്ടർ. നീ ആദ്യം യഥാർത്ഥ ചോദ്യം പറയൂ. കലണ്ടറിന് എപ്പോഴും എപ്പോഴും വരുന്ന അസുഖം. സാധിക്കില്ല. ന്യൂ ഇയർ ഇങ്ങനെ ചേഞ്ച്. സ്വാമി കലണ്ടർ. കലണ്ടർ ഇത്രയും സമയമൊന്നും എനിക്ക് തരാൻ പറ്റില്ല. ഉത്തരം പറ. വേണ്ട വേണ്ട, പറ്റില്ല, ബുദ്ധിയില്ല. മന്ത്. ഞാൻ മന്തിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ടെന്ന്. ശരി, ഓക്കെ. നല്ലതായിരുന്നു. കുതു കഴിച്ച ഞാൻ ഫൈലേറിയാന്ന് വരെ ചിന്തിച്ചു, പക്ഷെ മന്തെന്ന് മലയാളത്തിൽ ചിന്തിച്ചില്ല. അടുത്ത് പറയട്ടെ. ഒരു കോഴി ഒരു മാസം 20 മുട്ടയിടും. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര മുട്ടയിടും? ഒരു കോഴി ഒരു മാസം 20 മുട്ടയിടും. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എത്ര മുട്ടയിടും? ഒരു കൊല്ലത്തിൽ മുട്ടയിടൂല, കാരണം കൊല്ലത്തി കോഴിയല്ല. കാരണം കൊല്ലത്തി കോഴിയല്ല. ഇത്ര പെട്ടെന്ന് നീ ആൻസർ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇവളെന്നെ ഇത് വല്ല കാണുന്നുണ്ടോ? എനിക്ക് മിക്കവാറും കഴിഞ്ഞില്ല. എന്റെ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട്. പൊടിയിട്ടാൽ വടിയാകുന്ന സാധനം. പൊട്ട്. ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. ചോദിക്കാറുള്ള ചോദ്യം. പല ചോദ്യങ്ങൾക്ക് ഈ ഉത്തരം ഞാൻ മാച്ച് ചെയ്യാൻ നോക്കി നടന്നില്ല. നേരത്തെ ആദ്യം തൊട്ടേ പുട്ടെന്ന് നീളത്തിലും വട്ടത്തിലും ഞാൻ പറഞ്ഞോണ്ടിരുന്നില്ലേ? ചോദിക്കട്ടെ. ഇടുമ്പോൾ ടൈറ്റ് ആയിരിക്കും, ഇട്ട് കഴിഞ്ഞാൽ ലൂസ് ആയിരിക്കും. ഞാൻ പറയട്ടെ, ഇത് ഞാൻ എയറിലായ ചളി ആയതുകൊണ്ട്. അപ്പൊ ഞാൻ പറയാം. എന്റെ തന്നെ സെയിം സാധനം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറയട്ടെ. എടാ, ഇതിന്റെ നമ്മള് ഇത്തിരി സന്തോഷിക്കുന്നു എന്ന് നാട്ടുകാർക്ക് തോന്നിക്കഴിഞ്ഞാൽ ഫുൾ തെറി വരാൻ സാധ്യത. ഇത് മിക്കവാറും കട്ട് ചെയ്തിടും, എനിക്കറിയാം. ഇടുമ്പോൾ ടൈറ്റ് ആകും, എനിക്കറിയാടാ ഇത്. ഇത് കണ്ട, ഇടുമ്പോ ഇത് ടൈറ്റാ, ഇട്ട് കഴിഞ്ഞാൽ ഇത് ലൂസാ. അങ്ങനെയാണ്. ഒരു തവണ അല്ല, പലതവണ കട്ട് ചെയ്തവരിടാറുണ്ട്. ഈ ചോദ്യം നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. അന്നേരം ആൾക്കാർ അത് വേറെന്തൊക്കെയോ സോറി, ഞങ്ങൾക്ക് അങ്ങനത്തെ ഡേർട്ടി മൈൻഡ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കില്ലായിരുന്നു. പക്ഷേ ഈ നോട്ടുകാരുടെ കമന്റ് വായിച്ച് അത് കംപ്ലീറ്റ് ഞാൻ പോയി. അപ്പോ മൂന്നാമത്തെ ഗെയിമിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് എന്റെ ഉത്തരവാദിത്തമാണ്. ചോദിച്ച് സമയം രാത്രിയായി. അയ്യോ, ഒരു കാര്യം അതാ നോക്കൂ, മുറ്റത്തൊരു മൈന ഉണ്ടായിരുന്നില്ല. എനിക്ക് വായിക്കാൻ പറ്റൂല മലയാളം. ഇതാരൊക്കെ ഉണ്ടാവും വായിപ്പിക്കുക. ഇത് നിർത്തി 3 തവണയെങ്കിലും നമ്മൾ മിനിമം അതെ, ഇത് നീയും പറയണം കേട്ടോ. എന്നെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് തോന്നുന്നു. അല്ല, അവള് വായിച്ചു തരുമെങ്കിലും പറയണം. അന്തിക്ക് വാക്ക് മാറ്റി പറയരുത്. അന്തിക്ക് ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ വിഷയമാണ്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. പറയണേ നീ. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ ചുമ വരും. ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ നിർത്തി പറയാം, കേൾക്കണം. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടികളിൽ ഒരു നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉളുപ്പ്. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇനി സ്പീഡിൽ പറയണം. പറഞ്ഞു ഒരേവിടെ പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. രണ്ടോടെ അന്തി ദേവി. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട്. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കുന്തിദേവി കിണ്ടി കഴിയപ്പോൾ കിണ്ടിയിൽ ഒരു കുണ്ടി ഒന്നുകൂടെ
അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഒരു കുണ്ടിൽ വീണു. ഞാൻ അടുത്ത ചോദ്യം അത് ഷെയർ ചെയ്തെടുക്കൂടാ ഇവര് എന്നെ കൊണ്ട് മുഴുവൻ ഷെയർ സമ്മതിക്കില്ല. നീ പറ അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കിണ്ടിൽ വീണു. കിണ്ടൊക്കെ അവിടെ യുകെയിലും എല്ലായിടത്തും കുണ്ടെന്ന് പറയുമ്പോ കുണ്ട് ഇസ് നോട്ട് കിണ്ടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അന്തിക്ക് അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അങ്ങനെ പറയാൻ പറ്റില്ല. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകിയപ്പോൾ കിണ്ടികളിൽ ഒരു കിണ്ടികളിലൊരു കിണ്ടി പിടിച്ചു നിർത്തി വീണു. ശരി, ഓക്കെ. 3 വട്ടം. ഉരുളയുരുട്ടി ഉരുളിയിലിട്ടാല വിദ്യാഭ്യാസം ഇല്ലാത്ത ആരും എഴുതിയതാണ് കേട്ടോ. നമ്മുടെ പ്രൊഡ്യൂസർ ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലോ ഉരുളി ഉരുളുമോ അടുത്ത കുരിശ്. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഞങ്ങൾ ഉരുള ഒരു മാറ്റമില്ലല്ലോ അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ ഉരുള ഉരുട്ടി ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുളുമോ ഉരുള ഉരുളുമോ? പറ ഉരുള ഉരുളിയിൽ എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുട്ടി പഠിപ്പിച്ചു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പറയാൻ പറയുമ്പോഴാണ്. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുള്ളൂ. അതായത് ഞാൻ വായിച്ചതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. എഴുതിയ ആൾക്കല്ല, വായിച്ച എനിക്കാണെന്ന് തോന്നുന്നു. ഇച്ചിരി കുറവ്. അതായത് ഉരുള ഉരുട്ടി ഉരുളയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളയിലിട്ട് ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലാ ഉരുള ഒരു സെക്കൻഡ് അവള് പറയട്ടെ. പറ. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുളുമോ അല്ല ഉരുള ഉരുളുമോ ഉരുളി ഉളരുമോ? എന്താണ് ഉരുള ഉരുളുമോ ഉരുളി ഉളരും? ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. ഉരുളി ഉളരി. ഇതിൽ കൂടുതൽ താങ്ങാനുള്ള കരുത്തിരിക്കില്ല. ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാൽ ഉരുളി ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലാ ഉരുളി ഉരുളുമോ ഉളരു? നശിപ്പിച്ചു ഞാൻ ഇത്രയും നേരം. ഉരുള ഉരുട്ടി ആ ഉരുളിയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ഉരുളിയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? ഉരുള ഉരുട്ടി ആ ഉരുളിയിലിട്ടാലാ ഉരുള ഉരുളുമോ ഉരുളി ഉരുളുമോ? അത് ഉരുളണം. അടുത്ത പറയട്ടെ. അടുത്ത് ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല. ചരലുരുളും ഉരുളി അങ്ങനെയല്ല. ഒന്നൂടെ. ചരലുരുളും ഉരുളിയിലാ ചരലുരുളും പറ. ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാം. ഒന്ന് പറയാം. ചരലുരുളും പുഴയിൽ മണലുരുളില്ല. മണലുരുളില്ല. സംഭവം എന്താണെന്നറിയോ? ആരും ഇപ്പൊ തനിത്തനിയാ പറയുന്നില്ല. നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല ഈ ഗെയിം. ചരലുരുളും പുഴയിലാ ഉരുളി. അങ്ങനെയല്ല. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല. ഒന്ന് 2 പ്രാവശ്യം. ഒരു വട്ടം പറഞ്ഞാ പോരെ? ഇല്ല. ആദ്യം ചരല്. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല. ചരലാണ്, ചവറല്ല. ചരലല്ലേ? ചരലുരുളും പുഴയിൽ മണലുരുളില്ല, പുഴയിൽ ചരലുരുളില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. കഴിഞ്ഞു. നീ പറ. കഴിഞ്ഞില്ല. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുളരും പുഴയിൽ മണലുളരും പുഴയിൽ ചരലുരുളില്ല. മണലുരുളും പുഴയിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ഉരുളും കൂടി എനിക്ക് ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ഉരുളില്ല. പറ്റുന്നില്ല. കഴിഞ്ഞു. ചരലുരുളും പുഴയിൽ മണലുരുളില്ല, മണലുരുളും പുഴയിൽ ചരലുരുളില്ല. നല്ല നല്ല പ്രൊഡ്യൂസറിന്റെ. അപ്പൊ നമ്മുടെ ചോദ്യങ്ങളെല്ലാം വായിച്ച് സന്ധ്യാസമയം
കടന്ന് പക്ഷികളൊക്കെ തലമീതെ ഞങ്ങളും പോകുന്നു. തുടങ്ങി നമുക്ക് രാത്രിയാകുമ്പോ വീട്ടിൽ കയറിയില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയും. ഇതിലേറ്റവും നന്നായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ആരാണ് പറയൂ. ഞാൻ ഒന്നിനും എന്ത് ഞാൻ GK-യില് 0. പ്രധാനമന്ത്രി ആരാന്ന് നീ എന്ത് കറക്റ്റ് ആക്കിയില്ലേ? അത് ഞങ്ങൾ പ്രൈം മിനിസ്റ്ററുമായിട്ടൊന്ന് ഏകദേശം ഒരു ധാരണ മനസ്സിലായല്ലോ നമുക്ക് എത്രമാത്രം GK അറിയാം. അതെ, ഞാൻ എന്റെ സ്കൂളിൽ പഠിച്ച ഓർമ്മയില്ല, ചോദിക്കാത്ത ചോദ്യത്തിന് വരെ ഞാൻ ഉത്തരം പറഞ്ഞു മിൽഖ സിംഗ് എന്ന്. അത്ഭുതമായിരിക്കുന്നല്ലോ, ഇതെങ്ങനെ സാധിച്ചു? ഫർഹാൻ അക്തറിന്റെ പടം കണ്ടിട്ടല്ലേ മിൽഖ സിംഗ് എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ എത്ര നേരം നമ്മൾ കൊടുത്താലും വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതാണ് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ എന്തായാലും ഇവരിവിടെ നിക്കട്ടെ, ഞാൻ നിങ്ങൾ മിൽഖ സിംഗോ നിങ്ങൾ ഇവിടെ ചോറും കറിയൊക്കെ വെച്ച് ഇവിടെ എങ്ങനെ ഞങ്ങള് പോവാം. അപ്പൊ ശരി, ശരി, ഓക്കെ. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ.